നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാല സംഭവത്തിൽ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കാരണം ഈ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതിരുന്ന മുഹമ്മദ് റിയാസ് ഇപ്പോൾ SFI തൊട്ടപ്പോൾ എവിടെ നിന്നാണ് ഇത്രയും രോക്ഷാകുലനാകാനുള്ള ധൈര്യം കിട്ടിയെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല സംഭവത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത് SFIക്കെതിരായ പൊളിറ്റിക്കൽ ബോംബ് ലിഞ്ചിങ് എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉണ്ടായ സംഭവം അപലപനീയമാണ്. എല്ലാവരുടെയും മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ദൗർഭാഗ്യകരമായ സംഭവം SFIക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട് ും മന്ത്രി പറഞ്ഞു. പെട്ടെന്നുള്ള ലക്ഷ്യം ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുക എന്നതാണ്. എന്നാൽ അതൊന്നും നടക്കില്ല. കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് മതവർഗീയ ശക്തികൾക്ക് കടന്നുവരാൻ സാധിക്കുന്നുമില്ല. ഇതിന് തടസ്സം SFI ആണ്. അതുകൊണ്ട് SFIയെ തകർക്കണം എന്നതാണ് ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. SFIയിൽ പ്രവർത്തിക്കുന്ന ആളെ കണ്ടാൽ ഓട്ടിക്കണം എന്ന നിലയിലുള്ള അസംബന്ധ പ്രചാരണം അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത്? ഇതൊക്കെ ശരിയാണോ? മുഹമ്മദ് റിയാസ് ആരായുകയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്ന SFI ക്യാമ്പസുകൾ വിജയിച്ചു വരുന്നത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സത്യമായതുകൊണ്ടാണെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. കലാലയങ്ങളിൽ തെറ്റായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ SFI വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിൽ വ്യത്യസ്ത നിലപാടാണ് എടുക്കുന്നവർക്കെതിരെ കർശന നിലപാടാണ് SFI എടുക്കുന്നതെന്നും റിയാസ് പറഞ്ഞു. ഇടുക്കിയിൽ ധീരജ് കൊലപ്പെട്ടപ്പോൾ ഈ നിലപാടല്ല ചിലർ എടുത്തത്. SFI വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിടിയിലായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നു. ഗൂഢാലോചന നടന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് സൂചന നൽകി. മർദ്ദനത്തിന് പിന്നിൽ ആസൂത്രണമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന പോലീസ്. മർദ്ദനത്തിന് മുൻപും ഗൂഢാലോചന നടന്നു എന്ന അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ 18 പ്രതികളും പിടിയിലായിരുന്നു. കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥൻ എറണാകുളത്ത് നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം 16 പകൽ ഹോസ്റ്റലിൽ തങ്ങി. സ്പോർട്സ് ഡേ ആയതിനാൽ ഹോസ്റ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി 9 മണിയോടെ സിദ്ധാർത്ഥനെ ഈ കുന്നിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയും ഡാനിഷും റഹാൻ ഈ ബിനോയും അൽതാഫും ചേർന്നാണ് സിദ്ധാർത്ഥൻ അന്ന് കുന്നിന്മേൽ സമീപത്തേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നത്.